ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ടൈറ്റൻ ഗെയിമിംഗ് ആണ്. എല്ലാവരെയും കണ്ട സന്തോഷം. അപ്പോ നമ്മുടെ OB52 അപ്ഡേറ്റ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം തെറ്റ് വന്നിട്ടുണ്ട്. ആ പൈറോ എന്നാണ് ഈ സാധനത്തിന്റെ പേര്. പിന്നെ നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ വ്യത്യാസമുണ്ട്. എടാ മാജിക് സ്റ്റോർ വേറെ ലെവലാക്കി മക്കളെ. ഇത് നോക്കടാ, ഇതെന്റെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിന്റെ ഈ ഒരു ബോഡിയും ഹെഡും ഒക്കെ. അതിന് ഏറ്റവും ഒരു ചേഞ്ച് ചെയ്യുന്നത് ഏറ്റവും കൊള്ളാവുന്നതാണ് ഇതാണ്. മറ്റേ ഹൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ കുറെ പേര് പറയാനുള്ള വണ്ടിയില്ല. ആ സാധനം സത്യം പറഞ്ഞാൽ അല്ലാതെ കണ്ടിട്ടില്ല. ആ സാധനം കൊണ്ട് വൈ ജെറീന ഫ്രീ ആയിട്ട് കൊടുത്തു ചേട്ടനൊക്കെ എന്തോ അതിന് ദിവസം കഴിഞ്ഞാൽ വേറെ ഇതാണ് എന്തായാലും മാറി. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ എടുത്തു. അപ്പൊ അത് എടുത്തു. ആ ഹൾക്കിന്റെ പടം എടുത്തിരുന്നു. ഇതൊരു ഇങ്ങനെ എക്സ്ചേഞ്ച് അതിനെ പറ്റി ഇവിടെ ഇങ്ങനെ അല്ല ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ആ ഉണ്ട്. ഇതിനകത്തുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയാണ് കളിക്കാം. അതിന് കാര്യങ്ങളൊക്കെ കാണിച്ചെടുത്താൽ എന്നിട്ട് കളിക്കാന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ സാധനം വന്നു. ഈ ഒരു ഗൺസ്കിന് മറ്റേതൊക്കെ പെട്ട ഗൺസ്കിനൊക്കെ മാറ്റി. ഇത് നോക്ക്, ഈ സാധനം കുറെ കണ്ടിട്ടുണ്ട്. ഈ സാധനം വേറെ ലെവലാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയാന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് വെക്കണതാണ്. പക്ഷെ ഈ സാധനം ഞാൻ ട്രെയിനിങ് പറ്റാണ്. നമ്മള് പിന്നെ ഇതടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലെവൽ 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാഗ് മോട്ടൊക്കെ കിട്ടി. പക്ഷെ ഇങ്ങനെ പോയാ ഇല്ല, ഇങ്ങനെ പോകാനില്ല. 11,000 അല്ലേ ഉള്ളൂ. അത് ഈസിയാണ്, നമുക്ക് എന്തായാലും അടിക്കാം. ഇത്രയല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞ ചേഞ്ചസ്. ഇത്ര ഉള്ളൂ എന്നാണ് തോന്നുന്നത്. റെയ് ക്യാരക്ടർ, പുതിയ ക്യാരക്ടർ വന്നു. സത്യം പറഞ്ഞ അതൊരു ഇതും നമ്മുടെ നെറോയെ പോലെ തന്നെയാണ്. ആദ്യം ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ കുഴപ്പമില്ല, നല്ല ക്യാരക്ടർ. പക്ഷെ അതിന് വെച്ചാണ് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. ഡെയിലി ഗ്രോത്ത് ഞാനത് കുറെ ഉപയോഗിച്ചുകൊണ്ടായി പറയുന്നത്. ഞാനിപ്പോ അതാണ് ഉപയോഗിച്ചാണ് കളിക്കുന്നത്. എന്തായാലും അവന്മാരുടെ ടീമിലേക്ക് പോകണം. അവന്മാരുടെ കൂടെ കളിക്കാം. ഞാൻ കളിച്ചപ്പോ തല പുകഞ്ഞു പോയിട്ട് ഞാനിങ്ങനെ എന്നായിപ്പോയി. അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് ഇതിനകത്തിൽ ഇവന്മാര് വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഹൾക്കിന് വെള്ളം കാണിച്ചല്ലോ. ആ സാധനമൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നതില് ഞാൻ ഞെട്ടി. ജെറിന് ഇത്ര അങ്ങനെ നല്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനൊരു ഗെയിമിംഗ് കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ശബ്ദം അടിക്കുമെന്നാണ് എനിക്കൊരു പേടി. എന്റെ ഫോണിലല്ലേ ചെയ്തത്. അപ്പൊ വീഡിയോയിൽ ഇതിന്റെ ഈ കറങ്ങി ശബ്ദം വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇല്ലാന്ന് ഇല്ലാത്ത പ്രതീക്ഷിക്കാൻ കഴിയും. അമ്മമാര് കളി തുടങ്ങി. നമുക്ക് എന്തായാലും ഒരു ലോൺ മൂവ് എടുത്ത് തന്നെ തുടങ്ങാം. നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ഇടണോ? എന്തായാലും നമ്മൾ കുറച്ച് പാടായിരിക്കും. ബിക്കോസ് നമുക്കൊരു ലോൺ വോൾഫ് തന്നെ സ്റ്റാർട്ട് ചെയ്താലും തന്നെ നമ്മുടെ കളിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എനിക്കറിയാമല്ലോ, ഞാൻ അത്ര പ്രോ പ്ലെയർ ഒന്നുമല്ല, കളിക്കാനൊക്കെ അറിയാം. ഗൈസ്, നിങ്ങൾ ഇനി അത് പറ, എന്റെ ഈ ബണ്ടിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഹൾക്കിന്റെ തലയും ആ ഒരു വച്ചതും അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ആ റെയ് ക്യാരക്ടറിന്റെ കൈ വെച്ചുള്ള ആ പോസും നല്ലത്. ഞാൻ തായ്വാൻ സെർവറിൽ കളിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പറയാം. എനിക്ക് തായ്വാൻ സെർവർ ഒക്കെ ഉണ്ട്. പ്രോ പ്ലെയർ ആണ്, അതിലെ പ്രോ പ്ലെയർ ആണ് ഞാൻ. അതില് മറ്റേ എനിക്കത്ര പ്രാന്തൊന്നുമില്ല. മറ്റേ ഹീറോസ് ഒന്നും അടിച്ചിട്ടോ അങ്ങനെ കാണുന്നൊന്നുമില്ല. പക്ഷേ ഏടാ എന്തൊരു അടിയോടാ അടിച്ചിട്ട് പോയേ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോ FF കണ്ടപ്പോ ആ സെക്കൻഡിൽ തന്നെ ഞാൻ തായ്വാൻ സെർവറിലാണ് കയറിയത്. അപ്പൊ FF കണ്ടാ അറിയാലോ എന്റെ അവസ്ഥ. ഞാൻ അപ്പൊ ആ സെക്കൻഡിൽ തന്നെ FF കയറ്റി. ഈ വേറെ ലെവലായിട്ട് FF വെച്ച് കളിക്കാൻ. പക്ഷെ ഇതുണ്ടോ ഒന്നായിപ്പോ ഇതിനേക്കാളൊരു കാര്യം.
ചാവും. അപ്പൊ ഇതിനൊന്നും ഞാൻ അതിനകത്ത് വരുമ്പോ റിലീസ് ആയിരുന്നു എന്റെ ഞാൻ പ്രോട്ടോൺ വീപ്പിനല്ല വീപ്പൻ ഇതിന്റെ വീപ്പിനെടുത്താണ് കളിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലായില്ല, ഞാൻ മറന്നു പോയി. എപ്പോഴും എഫ് തിരിച്ചോന്നു പറഞ്ഞ് ഞാൻ കൊറേ വീഡിയോസ് നോക്കിയതാണ്, പക്ഷെ എന്നിട്ടും കണ്ടില്ല ഞാൻ. എന്താ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഈ ഗാനം കാണുന്നത്. പക്ഷെ എനിക്ക് അപ്പ വിഷമവും വന്നു. ബിക്കോസ് അവർ റീസർ ഇതുവരെ വന്നിട്ടില്ല. എഫിന്റെ ഒക്കെ വരൂ. ഐ തിങ്ക് ഈ GTA 6 ഒക്കെ വരുന്നവരൊക്കെ തന്നെ ആയിരിക്കും ഇത്. ഒന്നും വരാൻ പോകുന്നില്ല. എന്താ കൈ ഒട്ടുന്നു, കൈ ഭയങ്കര ഒട്ടുന്നു. നമുക്ക് 3 വാട്ടാക്കി ഇട്ടാലോ? ബിക്കോസ് ഇത് നല്ല ടൈമിങ് എടുക്കാല്ല വേണ്ട. 3 വാട്ടാക്കി ഇട്ട് കഴിഞ്ഞാ ബോറ. ഇനി ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന് ഇത്ര കാരണമൊന്നുമില്ല. ടൈം നല്ലവണ്ണം കിട്ടുന്നില്ലായിരുന്നു ഗൈസ്, അത് തന്നെയാണ് കാരണം. ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണം വിചാരിക്കും, ബട്ട് ആ ടൈമിൽ നമുക്ക് ലാഗ് അടിക്കും. ആ ടൈമിലേക്ക് നമുക്ക് ഒരു ഇത് കിട്ടത്തില്ല ഗൈസ്. എന്തെങ്കിലും ഒരു കുഴപ്പം കാണും. ഒന്നെങ്കിൽ ഫോണിലൊട്ടും ചാർജ് കാണില്ല. ഞാൻ ഇപ്പത്തെ കുറെ നേരിട്ട് ഇങ്ങനെ ചാർജ് കുത്തിയിട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതേ UMBയും ഇതിനൊക്കെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു കണ്ണുണ്ടോ, ഒരു സോംബി കണ്ണ് കാണുമ്പോ തന്നെ പേടിയാവുണ്ടാ. കണ്ണടാ. പിന്നെ ഈ ശബ്ദവും ആ ഒരു റീലോഡിങ്ങിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ FF Maxന്റെ, അതിനോട് FF Max കയറ്റി. പക്ഷെ ഇനി FF കളിക്കണമെങ്കിൽ വീണ്ടും താഴ്വാൻ സെർവർ എടുക്കണം, അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. അതിനൊന്നും വയ്യ, അതിനൊക്കെ മടിയാണ്. നല്ല നല്ല പച്ച വെള്ളത്തിൽ പറഞ്ഞ നല്ല മടിയാണ്. ഒന്നും കൊള്ളാൻ ഞാൻ പേടിച്ചു. അത്രേ ഉള്ളൂ. കൊച്ചൊന്നും എന്റെ മുമ്പിൽ നിൽക്കത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയല്ലേ, ടാക്സ് കയറ്റിക്കൊണ്ട് തന്നെ കുറെ ഐറ്റംസ് പിന്നെ ലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം ഗൈസ്, ഉടുപ്പും പാൻറ്റും ഒക്കെ. അതുകൊണ്ട് ഇപ്പം അവള് വേറെ ലെവലിൽ പ്രോ പ്ലെയർ ആയിരിക്കും, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ വിഷമമാണ്. എന്നോടുള്ള കളി 4-2. ഇനിയിത് കൊറേ ലോങ് ആക്കണമെന്നില്ല, ബട്ട് ഈ കളി കളിക്കും. അവന്മാര് അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു, ബട്ട് കുഴപ്പമില്ല. നമുക്കൊരു കളിച്ചിന്റെ ഒക്കെ പറഞ്ഞു വിചാരിക്കും. ഇവള് പറഞ്ഞൊരു ഹെഡ് ഷോട്ട് പ്രാന്തിയാണെന്ന് തോന്നുന്നു. ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് ഹെഡ് ഷോട്ടിൽ മാത്രമേ എഴുതുന്നുള്ളൂ. M500 ഒക്കെ എടുത്ത് ലാഗ് അടിക്കുന്നടാ. അയ്യേ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതൊക്കെ ഡാമേജ് എടുക്കാത്ത. ചാവാത്തല്ല, കൊള്ളാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല. അയ്യോ നെറ്റ് അയ്യോ, അവള് എന്നെ പോലെ ഹെഡ്ഷോട്ട് ചെയ്യാണ്ട് തുടിച്ചു നിൽക്കുകയാണ്. അതെ, സോറി സോറി സോറി. നമ്മള് കളി ചോദിച്ചു അത് പറയാൻ വേണ്ടി. അപ്പോ നമ്മള് ഹോഴ്സ്മാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഹോഴ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബർ ഫ്രണ്ടാണ്, ബെർലിൻ എന്നാണ് പേര്. ബെർലിൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ആണ്. അവന്റെ ലിങ്ക് ഇല്ല, ഞാൻ അതിനോടുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഇതിനകത്ത് കാണുമായിരിക്കും. പിന്നെ കലകയ്ക്ക് ഇപ്പൊ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്,
എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാവരും അവന്റെ സബ് അല്ലാത്തവരെല്ലാം പോയി സബ് ചെയ്തേ. ഇങ്ങനെ ടൈം നോക്കി വേസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും അവനെ പോയി സബ് ചെയ്തൊക്കെ. അവനെ നല്ലോണം ചെയ്യുക. അവൻ നല്ല കളിയാണ്. അവൻ വേറെ ലെവല് കളിയാണ്. ഓക്കെ അതൊന്നും കൂടിയോ പ്ലെയറാ. ഓ ബെർലിൻ എന്താ വരാത്ത? അയ്യോ ലാഗ് അടിക്കുന്നു. ഓ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ മടിക്കുന്നത്. അയ്യോ ഗൈസ്, അയ്യോ കലക കുറെ റീസൺ ഗൈസ്. നിങ്ങൾക്ക് കലക ചാവല്ലേ, ഞാൻ പിന്നെ കൊറേ പൊക്കി പറഞ്ഞ. കൂടുതൽ ശബ്ദം വീഡിയോ കേൾക്കത്തില്ലാന്ന് തോന്നുന്നു. കേൾക്കണമെന്നില്ല. അവൻ അവനെ പൊക്കാൻ വേണ്ടി പറയുന്നതൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും അവനെ അറിയാവുന്നവരൊക്കെ സബ് ചെയ്യൊക്കെ. എന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അവനെ പോയി സബ് ചെയ്യാം. കലകാസം തന്നെയാണ് പേര്. വേണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ബെർലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ എന്റെ ഫ്രണ്ടാണ് പേര് കൊമ്പൻ എന്നാണ് പേര്. KMC കൊമ്പൻ ജൂനിയർ എന്നാണ് അവന്റെ ഗെയിമിന്റെ പേര്. പക്ഷെ കൊമ്പാച്ചൻ എന്നാണ് തോന്നുന്നത് അവന്റെ അവന്റെ യൂട്യൂബിലുള്ളവരുടെ ഇരിക്കുന്നത്. അപ്പം അവന്റെ ലിങ്കും വേണമെങ്കിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഞാൻ തരുന്നവരുടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവരൊക്കെ ഇപ്പോൾ വീഡിയോസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. ബെർലിൻ കുറച്ചൊക്കെ ആയി, പക്ഷെ ഇവർ രണ്ടുപേരും കുറച്ചൊക്കെ ആയിട്ടേ ഉള്ളൂ. കലകയൊക്കെ വീണിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അവിടെ എല്ലാവരും പറ്റുന്നവരൊക്കെ പോയി സബ് ചെയ്യുക. അപ്പൊ അടിച്ചു കയറി വാഴ എല്ലാം അവർക്കൊന്ന് സന്തോഷമാക്കാം. എല്ലാവരും സബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പോയി സബ് ചെയ്തോ. അല്ല, എന്റെ ചാനൽ സബ് ചെയ്യാതിരുന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളും പോയി സബ് ചെയ്യും. ഓക്കെ എന്റെ നെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി. അറിയാലോ സമയം സമയം കൊണ്ട് തന്നെ കലകേട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടാ ഫാന സ്കില്ലും ഉണ്ട്, ഒരു സ്കിന്നും ഉണ്ട്. വേറെ ഒന്നും വേണ്ടല്ലോ. ഇതന്നെ പാനൽസ് ഇതാ റോട്ട് ഗൈസ്. നമ്മൾ കണ്ട ടീമിനാണ്. അറിയാലോ, പക്ഷെ ഭയങ്കര ലാഗ്. എന്താണോ അതുവഴിയാ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുവഴി പോകുന്നില്ല. പിന്നെ ഇതാണ് പുതിയ ഐലൻഡ് വിളിച്ചതാണ്. ഞാൻ VR കളിക്കുന്ന കൂടി കൂടാ. CS കളിക്കാൻ നല്ലൊരു ഐഡിയ. ഞാൻ VR കളിച്ചു. ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. എന്തോടാ പോയി നമ്മുടെ ഷിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ എത്തിയേ. നമ്മുടെ ഷിപ്പ് ഒരു വല്ലാത്ത സാധനം. കാണാത്തിറക്കി ഞാൻ പോയേ വാർത്തില്ല. ദൂരത്തിൽ മലയില് വേറെ ഒരുത്തൻ. കണ്ട് അവനെ അടിക്കുന്നുണ്ട്. ബട്ട് അവൻ ചാവുന്നില്ല. എടാ സുരാജ് നമ്മൾ നേരത്തെ ജയിപ്പിച്ചവൻ അവനിപ്പോ തോറ്റടാ. എത്ര ഞാൻ യൂമ്പ് എടുത്ത് ഇറങ്ങിയാ പിന്നെ അപ്പുറത്തോളം തീർന്നറിയാലോ. രണ്ടെണ്ണത്തിന് അടിച്ചിട്ട് ഡബിൾ സ്നൈപ്പർ, നോട്ട് AW. എനിക്ക് പിന്നെ ഇതൊക്കെ ലാഗ്. എന്റെ ഫോൺ ഇതുവരെ ലാഗ് ഇല്ലായിരുന്നു. ഈ റെക്കോർഡ് പോയി ഭയങ്കര ലാഗാ. അതെന്തോ ഉണ്ടാകും. അയ്യോ അല്ല, ഞാൻ ആ രീതിക്കൊന്ന് പോടാ സംസാരിച്ചു പോയപ്പോഴേ അന്ന് ചാടിയതാ. പറന്നപ്പുറത്ത് വെള്ളത്തിൽ പോയി.
ഇവിടെ മറ്റേ കുയി ഇപ്പോഴും ഉണ്ടല്ലോ. മറ്റേ ഇവിടെ സി എസിലുണ്ട കുയി. പോവാൻ പറ്റൂല കുയി കൂടെ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏത് കുഴി? മറ്റേ കുയി ഉണ്ടാവില്ല വെള്ളത്തിൽ പോവാൻ പറ്റുന്ന ടെലിപ്പോർട്ടാൻ പറ്റണേ. അതിപ്പോഴും ഉണ്ടാ? അത് ബിആറിലല്ലോ എടുത്തുള്ളൂ. സി എസിലുണ്ട് പക്ഷെ പോവാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. പോയി നോക്കണം, ഇപ്പൊ പറ്റിയ സീനായിരിക്കും കേട്ടോ. ബട്ട് അവിടെ ഫുള്ള് സോൺ നിറഞ്ഞു, സോണായി ഇനി പോവാൻ പറ്റത്തില്ല. എല്ലാവരും പോകുന്നേ ചാവും അപ്പഴാ. ഇവിടെ ഫാനിലെങ്ങാനാണോടാ കണ്ടാ പഠിച്ചല്ലോ. നേരത്തെ കണ്ട പഠിച്ചവൻ തന്നെ. ആരാ വാട്ട് ഈസ് ഹിസ് നെയിം? അവനെ കുത്തി പിടിച്ചടിച്ചിട്ട് നമ്മളോടാണ് അവന്റെ കാണി. അവനെ കുത്തി പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഹൈഡ്രോബ്ലാസ്റ്റ് ഇഷ്ടപ്പെട്ടോന്ന് പറയാക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ നല്ല ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ അത്? കലകെ എനിക്കിഷ്ടായി. ബിആറിലൊക്കെ ആണ് സെറ്റാ. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അത് ഒന്ന് ചുമ്മാ തൊടുമ്പോ തന്നെ അതിനെന്തായാലും 200 ഡാമേജ് ഒക്കെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. ഒരു വെടിക്ക് പോണു. അല്ല 200 ഡാമേജ് ഒക്കെ ഞാൻ പെട്ടെന്ന് അടിച്ചു. എനിക്കത് ഡബ്ല്യു ഓപ്പൺ ആയിട്ട് തോന്നി. അത് വിൻചെസ്റ്ററിന്റെ കോപ്പി പോലെ തോന്നുന്നു. പക്ഷെ വേറെ ലെവല് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ സത്യ കലക എടാ മറ്റേ സാധനം എന്താ എന്തോ പറഞ്ഞ റൈഫലോ തക്കൂറോ എന്തോ ഒരു അയ്യോ വീഴാൻ പറ്റില്ല. ഇനി അടുത്ത കണ്ടാ എനിക്ക് കൊണ്ടത് സുരാജ് ചടിച്ചിട്ടോളൂ. ഏതാ കളി? സുരാജ് ഈ കളി എടുത്താൽ നമുക്ക് ബുയെ എടുക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടൂല. അമ്മ ഏതാ ഓടുന്ന എല്ലാം റെഡാ. പൊട്ടിക്കള ഞെറു പൊട്ടിക്ക്. ഓ ഭയങ്കര ബുദ്ധിയുള്ളവനാ. അല്ലടെ പറയാൻ പറ്റില്ല, ചിലപ്പോ അവനെ അടിച്ചിട്ടാലോ ഇനി വണ്ടിത്തിന് എടുത്ത. ഓ ബ്രോ വാട്ട് തക്കൂർ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല തക്കൂർ ഇതാണെന്ന്. നിങ്ങൾക്ക് ഒന്നുണ്ടോ? നിങ്ങൾക്ക് ഹാക്കറാന്ന് തോന്നുന്നെങ്കിൽ പറയാം. എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന് കളി കണ്ടില്ലല്ലോ. എനിക്കല്ലേ പൊടിഞ്ഞു 3-4 വട്ടാപ്പ്. 3 വണ്ടാപ്പോ? ഡബ്ല്യൂപ്പറായിട്ടാ തോന്നിയേ. എനിക്ക് അത്ര ഇത് ഫണ്ണനായിട്ട് ഒട്ടും തോന്നിയില്ല. ബിക്കോസ് ഇതൊരു ഡബ്ല്യൂ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നി. കുത്തിപ്പിടിയാണെങ്കിൽ കുത്തിപ്പിടിക്കാളും ഹെഡിരിക്കാൻ കുറച്ച് പാടാണ്. അത് ഞാൻ പറയാം കുറച്ച് പാടാണ്. പക്ഷെ അത് പൊളിയാണ് അടിക്കുകയാണെങ്കിൽ. അടിക്കാൻ കുറച്ച് പാടുണ്ടെങ്കിലും അടിച്ചാ മോനെ എന്ത് വേദന കേറുന്നു. അയ്യോ 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 ഇനി ഇതില്ല. അയ്യോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ കണ്ടില്ല. ഓ ഷീറ്റ്. അല്ലെങ്കിൽ അവിടെ ഫൈറ്റ് എടുത്ത് എത്തിട്ടുണ്ടോ? ഞാനിവിടെ ഹെൽത്ത് ബാർ സൈഡിൽ നോക്കുമ്പോ ഇങ്ങനെ ഷൂന്ന് പറഞ്ഞു പോന്നറാ. ഹെൽത്ത് ബാർ ഇപ്പുറത്തെ സൈഡിലുള്ള നിങ്ങൾക്ക് ഹൈഡ്രോബ്ലാസ്റ്റ് എടുക്കാം. റീലോഡറോ ആ സാധനം എടുക്കാം. പിന്നെ ഹെൽമെറ്റും ബെസ്റ്റൊക്കെ എടുക്കാം. മറ്റേ സാധനം ഈ റേക്കാട്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബട്ട് ഞാൻ അങ്ങനല്ല കളിക്കുന്നത്. റേക്കാട്ടർ എനിക്ക് അത്ര ഉപകാരമില്ല. ബിക്കോസ് അത്രയും HP കുറെ ഉണ്ടേ. ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും അപ്പുറത്തവനെ അടിച്ചിടും. ഞാൻ കയറി ഒന്നെങ്കിൽ കുത്തിപ്പിടിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്തിടും. എടാ ഇതാദ്യം ഇല്ലായിരുന്നടാ. ചുമ്മാ ഒരു ബെസ്റ്റ് എടുക്കാൻ വേണ്ടി കളയണ്ടേ.
ഓക്കെ കലക ഡൗൺ. ആ കലക ചത്തു. എന്ത് കലക? അയ്യോ എനിക്ക് ലാഗ് അടിക്കുന്നേ. എന്ത് ലാഗാടാ ഇത്? എടാ ലാഗ് അടിക്കുന്നത് രാവിലെ 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 രാവിലെ. എന്താ അടിയാണ് അടിക്കണം അവര്. പക്ഷെ M4 വെച്ച് നെക്കൊക്കെ പിടിക്കുന്നു, തലക്കൊന്നുമല്ല. പക്ഷെ 2 സെക്കൻഡുള്ളിൽ ചാവുന്നുണ്ട്. കളി പോലെ കളി പോയി. നീ ചോദിക്കാൻ മാത്രം എന്താ ഉള്ളേ? കളി പോയി. അവര് കമ്പാക്ക് എടുത്തെന്ന് തോന്നുന്നു. വല്ലാത്ത ബാക്ക് ആയിട്ട് പോയി. ഇത് പാട്ടായിട്ട് ഇട്ടാ പോരെ? ബിക്കോസ് അറിയാലോ, ഇത് ഇതിനകത്ത് തന്നെ ഇട്ടാ എന്തായാലും 40 മിനിറ്റത്തെ വീഡിയോ ആവും. പിന്നെ ഇതെന്തായാലും നിങ്ങൾ കണ്ടു നിൽക്കാനും പാടായിരിക്കും, ഇത് ഇടാനും ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാം. ഓക്കെ, നിങ്ങൾ ഇത് കാണുമ്പോ എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉറങ്ങിയിട്ടുണ്ടാവാമായിരിക്കാം. ഓക്കെ, ഞാനതിൽ രണ്ടും ഒരുമിച്ചിടാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലവ് യു ഓൾ ഗൈസ്. ഞാൻ പോയിട്ട് അടുത്ത വീഡിയോ വരാം. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കഴിയും. ഓക്കെ ഗൈസ്, ബൈ ബൈ.